അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് നമ്മുടെ ഹോട്ടൽ നടത്തിപ്പുകാരെ BB ഹോട്ടൽ നടത്തിപ്പുകാരെ പവർ റൂം അംഗങ്ങളെ വിളിച്ചിരിക്കുകയാണ്. എന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നത്, എന്തുവാടെ അട്ടർ ഫ്ലോപ്പാണല്ലോ നിങ്ങളുടെ BB ഹോട്ടൽ, നിങ്ങൾക്ക് നയപരമായിട്ട് നിങ്ങളുടെ തൊഴിലാളികളെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, സോ അട്ടർ ഫ്ലോപ്പാണ്, അളിഞ്ഞ് ചീഞ്ഞ് നാറിയിരിക്കുകയാണ്, ഒരു രീതിയിലും കൊള്ളില്ല ടാസ്ക് എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനും ബിഗ് ബോസ് പറയുന്ന ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നു. ഈ ടാസ്ക് ഒരു രസവുമില്ലാത്ത രീതിയിൽ, ഒരു ഫണ്ണും ഇല്ലാത്ത രീതിയിൽ, ഒരു കണ്ടൻറ്റും ഇല്ലാത്ത രീതിയിൽ ചുമ്മാ അടിയും പിടിയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പവർ റൂം അംഗങ്ങൾക്കും ചെറിയ പങ്കുണ്ട്. ബിഗ് ബോസ് പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ആ കണ്ടസ്റ്റൻസിനെ, കൂടെയുള്ള കണ്ടസ്റ്റൻസിനെ, അതായത് ഇവരുടെ തൊഴിലാളികളെ, ബിഗ് ബോസ് ഹോട്ടലിലെ തൊഴിലാളികളെ കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഈ തൊഴിലാളികൾ അലമ്പുണ്ടാക്കും. അപ്പോൾ ഇവരെന്താ ചെയ്യേണ്ടത്? കുറേ ആളുകളെ കൂടെ നിർത്തണം. കുറച്ച് തൊഴിലാളികളെ കൂടെ നിർത്തിയിട്ട് ഈ അലമ്പുണ്ടാക്കുന്നവനെ മാത്രം ഒറ്റപ്പെടുത്തി, അവൻ കാരണം നിങ്ങൾക്കും സമ്മാനങ്ങളോ അല്ലെങ്കിൽ കോയിൻസോ ഡയമണ്ട്സോ ഒന്നും കിട്ടില്ല, സോ നിങ്ങൾ അവരെ പോലെ ആവരുതെന്ന് തന്ത്രപരമായി പറഞ്ഞ് മനസ്സിലാക്കി മറ്റു തൊഴിലാളികളെ കണ്ട് ജോലി ചെയ്യിപ്പിച്ച് ഫണ്ണാക്കി കൊണ്ടുപോകേണ്ട ഇവർ നയപരമായിട്ട് തൊഴിലാളികളുടെ ഇടയ്ക്ക് ഇടപഴകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ടാസ്ക്, ഈ ഹോട്ടൽ ടാസ്ക് ഒരു രസമുള്ളൊരു ടാസ്ക്കായിട്ട് എനിക്കും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എന്തായാലും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലോട്ട് ഇവരെ വിളിച്ചിട്ട്, എന്തുവാടാ മക്കളെ നിങ്ങൾ ഈ കാണിച്ച് കൂട്ടുന്നത്, ഒരു രീതിയിലും നല്ല രീതിയിൽ പോകുന്നില്ലല്ലോ, ടാസ്ക് വളരെ മോശമായിട്ടാണല്ലോ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ലൈവ് കണ്ട നിങ്ങൾ പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായം താഴത്ത് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കറിയാമല്ലോ എല്ലാവരുടെയും അഭിപ്രായം ഒന്നാണോ അല്ലയോ എന്ന്. ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.